രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ പാർട്ടിൽ കോപ്പറേറ്റീവ് സബ്ജക്റ്റും രണ്ടാമത്തെ പാർട്ടിൽ ഇംഗ്ലീഷ്, മെൻ്റൽ എബിലിറ്റി, കറണ്ട് അഫയേഴ്സ് എന്നീ പാർട്ടുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പരീക്ഷ എഴുതിയവർക്ക് കൃത്യമായിട്ടൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. 90% മുൻവർഷ ചോദ്യങ്ങളാണ് ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത തവണ പരീക്ഷ എഴുതുന്നതിന് മുമ്പായി മുൻവർഷ ചോദ്യങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളിലേക്ക് കടക്കാം. 61ാമത്തെ ചോദ്യം മുതലാണ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആരംഭിക്കുന്നത്. ക്വസ്റ്റ്യൻ 61. ഡാഷ് വാസ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ആക്ട് 94. 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ആക്ട് പ്രകാരം ആദ്യമായി രജിസ്റ്റർ ചെയ്ത കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഉത്തരം ഓപ്ഷൻ ബി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ കർണാടക. അടുത്ത ചോദ്യം 62. ദ കസ്റ്റോഡിയൻ ഓഫ് ദ മിനിറ്റ്സ് ബുക്ക് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഓപ്ഷൻ സി, സെക്രട്ടറി. അടുത്ത ചോദ്യം 63. The first marketing cooperative was organized at dash in 1915. ഉത്തരം ഓപ്ഷൻ സി, ഹുബ്ലി. അടുത്തത് ചോദ്യം 64. നാഷണൽ കോപ്പറേറ്റീവ് വീക്ക് ഈസ് സെലിബ്രേറ്റഡ് എവറി ഇയർ ഫ്രം 14 to 20 of നവംബർ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. നാഷണൽ കോപ്പറേറ്റീവ് വീക്ക് എല്ലാ വർഷവും നവംബർ മാസം 14 മുതൽ 20 വരെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, നവംബർ. അടുത്ത ചോദ്യം 65. ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് പെർ സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട്. ഉത്തരം ഓപ്ഷൻ ബി, 89. സെക്ഷൻ 89 പ്രകാരമാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ സ്ഥാപിതമായത്. അടുത്ത ചോദ്യം 66. NCCT ഈസ് ഹാവിങ് എ ഡാഷ് സിസ്റ്റം ഓഫ് കോപ്പറേറ്റീവ് ട്രെയിനിങ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, 3 ടയർ. NCCT ഈസ് ഹാവിങ് എ 3 ടയർ സിസ്റ്റം ഓഫ് കോപ്പറേറ്റീവ് ട്രെയിനിങ്. അടുത്ത ചോദ്യം 67. ഔട്ട് ഓഫ് ദ ടോട്ടൽ ഷുഗർ മിൽസ് ഇൻ ദ കൺട്രി ഡാഷ് പെർസെൻറ്റേജ് ആർ ഇൻ ദ കോപ്പറേറ്റീവ് സെക്ഷൻ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 45. രാജ്യത്തെ മൊത്തം ഷുഗർ മില്ലുകളിൽ 45% സഹകരണ മേഖലയിലാണ് വരുന്നത്. അടുത്ത ചോദ്യം 68. ഓയിൽ സീഡ്സ് മാർക്കറ്റിംഗ് സൊസൈറ്റി ഈസ് എ. ഉത്തരം ഓപ്ഷൻ എ, സിംഗിൾ കമ്മോഡിറ്റി മാർക്കറ്റിംഗ് സൊസൈറ്റി. ഓയിൽ സീഡ്സ് മാർക്കറ്റിംഗ് സൊസൈറ്റി ഈസ് എ സിംഗിൾ കമ്മോഡിറ്റി മാർക്കറ്റിംഗ് സൊസൈറ്റി. അടുത്തത് ചോദ്യം 69. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ? കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. ഓപ്ഷൻ ഡി, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. അടുത്ത ചോദ്യം 70. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫ്യൂച്ചർ ഓഫ് കോപ്പറേറ്റീവ്സ്? ഉത്തരം ഓപ്ഷൻ സി, സർവീസ് ആൻഡ് പ്രോഫിറ്റ് ഒബ്ജക്റ്റീവ്. അടുത്ത ചോദ്യം 71. ദ NCDC ആക്ട് വാസ് പാസ്ഡ് ഇൻ. ഓപ്ഷൻ എ, 1962. 1962 NCDC ആക്ട് പാസ് ചെയ്യപ്പെട്ടത്. 1962 NCDC ആക്ട് നിലവിൽ വന്നത്. അടുത്ത ചോദ്യം 72. The National Dairy Development Board was set up in 1965. The National Dairy Development Board was set up in 1965. The consumer cooperative structure in the country has dash ties. ഉത്തരം ഓപ്ഷൻ സി ആണ്, 4. The consumer cooperative structure in the country has 4 ties. അടുത്തത് ചോദ്യം 74. Under dash the land is held either on leasehold or freehold basis by societies and houses are owned by members. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ടെനന്റ് ഓണർഷിപ്പ് ഹൗസിംഗ് സൊസൈറ്റീസ്. അടുത്ത ചോദ്യം 75. ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് വാസ് രജിസ്റ്റേർഡ് ഓൺ. ഉത്തരം ഓപ്ഷൻ ബി, November 3, 1967. The Indian Farmers Fertilizer Cooperative was registered on November 3, 1967. അടുത്ത ചോദ്യം 76. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഈസ് എറ്റ്. ഓപ്ഷൻ ഡി, ആലപ്പുഴ. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഈസ് എറ്റ് ആലപ്പുഴ. അടുത്ത ചോദ്യം 77. ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം വാസ് സ്റ്റാർട്ടഡ് ഓൺ. ഉത്തരം ഓപ്ഷൻ സി, July 1, 1970. ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം വാസ് സ്റ്റാർട്ടഡ് ഓൺ July 1, 1970.
അടുത്ത ചോദ്യം 78. NCCF was set up and administrated under. ഉത്തരം ഓപ്ഷൻ ഡി, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 2002. NCCF was set up and administrated under മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 2002. അടുത്ത ചോദ്യം 79. ദ രജിസ്ട്രേർഡ് ഓഫീസ് ഓഫ് NACFUB ഈസ് അറ്റ്. ഉത്തരം ഓപ്ഷൻ ഡി, ഡൽഹി. ദ രജിസ്ട്രേർഡ് ഓഫീസ് ഓഫ് NACFUB ഈസ് അറ്റ് ഡൽഹി. അടുത്ത ചോദ്യം 80. ദ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഷാൾ ബി ഹെൽഡ് എവറി ഇയർ വിത്തിൻ. ഉത്തരം ഓപ്ഷൻ സി, 3 months of the close of the cooperative year. The general body meeting of the state cooperative union shall be held every year within 3 months of the close of the cooperative year. ചോദ്യം 81. The International Cooperative Alliance in Dash appointed a subcommittee for the second reformation of cooperative principle. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1964. 1964 ICA കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് പരിഷ്കരിക്കുന്നതിന് വേണ്ടി രണ്ടാമത്തെ സബ് കമ്മിറ്റിക്ക് രൂപം നൽകിയത്. അടുത്ത ചോദ്യം 82. ദ സെക്കൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് ഇൻ ഇന്ത്യ വാസ് പാസ്ഡ് ഇൻ. ഉത്തരം ഓപ്ഷൻ സി, 1912. 1912 ഇന്ത്യയിൽ സെക്കൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് നിലവിൽ വന്നത്. അടുത്ത ചോദ്യം 83. ദ സെൻട്രൽ കമ്മിറ്റി ഫോർ cooperative training was established in the year. The Central Committee for Cooperative Training was established in the Dash 5-year plan. ഉത്തരം ഓപ്ഷൻ ബി ആണ്, സെക്കൻഡ്. The Central Committee for Cooperative Training was established in the second 5-year plan. അടുത്ത ചോദ്യം 84. The chairman of the committee to review and arrangements of institutional credit for agricultural and rural development was. ഉത്തരം ഓപ്ഷൻ ബി, ശിവരാമൻ. ചോദ്യം 85. ദ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ അഗ്രികൾച്ചർ ഇൻ 2001 പ്രിപ്പയർഡ്. ഉത്തരം ഓപ്ഷൻ ഡി, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ബിൽ. ദ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ അഗ്രികൾച്ചർ ഇൻ 2001 പ്രിപ്പയർഡ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ബിൽ. ഓക്കെ. അടുത്ത ചോദ്യം 86. ഇഫ് എനി സൊസൈറ്റി റിഫ്യൂസസ് ടു ഇഷ്യൂ ഐഡൻറ്റിറ്റി കാർഡ് ടു എനി മെമ്പർ, the aggrieved person may appeal to the registrar within dash days from the date of receipt of the order of refusal. ഉത്തരം ഓപ്ഷൻ ബി, 15 days. The final authority of society shall vest in. ഉത്തരം ഓപ്ഷൻ സി, ജനറൽ ബോഡി. അടുത്ത ചോദ്യം 88. Which of the following cannot be an agenda item of the general body meeting of a society? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നോ കോൺഫിഡൻസ് മോഷൻ അഗെയിൻസ്റ്റ് ദ പ്രസിഡന്റ് ഓഫ് ദ സൊസൈറ്റി. ഒരു സഹകരണ സംഘത്തിലെ പ്രസിഡന്റിനെതിരായിട്ടുള്ള അവിശ്വാസ പ്രമേയം ജനറൽ ബോഡിയുടെ ഒരു അജണ്ടയായിട്ട് വരുന്നില്ല. അടുത്ത ചോദ്യം 89. വിച്ച് ഓഫ് ദ ഫോളോയിങ് പവേഴ്സ് cannot be exercised by a representative general body? ഉത്തര ഓപ്ഷൻ എ, കണ്ടക്ട് ഓഫ് ഇലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി. അടുത്ത ചോദ്യം 90. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷാൽ നോട്ട് ബി കെപ്റ്റ് ഓപ്പൺ ടു ഇൻസ്പെക്ഷൻ ഫോർ ഇറ്റ്സ് മെമ്പേഴ്സ് അറ്റ് ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ സൊസൈറ്റി ആസ് പെർ സെക്ഷൻ 19B ഓഫ് ദ ആക്ട്. ഒരു സഹകരണ സംഘത്തിലെ മെമ്പർമാർക്ക് സംഘത്തിലെ ചില രേഖകളും ഡോക്യുമെൻസും പരിശോധിക്കാനുള്ള അവകാശമുണ്ട്. അത് ആ സഹകരണ സംഘത്തിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസിൽ എപ്പോഴും സൂക്ഷിച്ചു വെക്കണം എന്നതാണ് നിയമം. അതിലുൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്, മിനിറ്റ്സ് ബുക്ക് ഓഫ് ദ AGM. അടുത്ത ചോദ്യം 91. ഡാഷ് ഷാൾ ഹാവ് ദ റൈറ്റ് ടു അറ്റൻഡ് ദ കമ്മിറ്റി ഓർ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എനി സൊസൈറ്റി. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ദ രജിസ്ട്രാർ ഓർ എനി അതർ പേഴ്സൺ ഡെപ്യൂട്ടഡ് ബൈ ഹിം. അടുത്ത ചോദ്യം 92. ദ ഷെയർസ് ഓഫ് എ സൊസൈറ്റി ഷാൾ നോട്ട് ബി ഹൈപ്പോത്തിക്കേറ്റഡ് ടു ഡാഷ് ബൈ ദ മെമ്പേഴ്സ് ആസ് സെക്യൂരിറ്റി ഫോർ എ ലോൺ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ദാറ്റ് സൊസൈറ്റി ഓർ എനി അതർ സൊസൈറ്റി. അടുത്ത ചോദ്യം 93. ദ കമ്മിറ്റി ഇൻ ഓഫീസ് ഷാൾ co-opt 2 members or representatives who are having experience in the field of banking, management,
dash or specialization in any other field relating to the objects and activities undertaken by the cooperative society as members of the board of such society. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഫിനാൻസ്. ബാങ്കിങ്, മാനേജ്മെൻറ്റ്, ഫിനാൻസ്. അടുത്ത ചോദ്യം 94. The number of members of the committee of a cooperative society shall not be less than. ഉത്തരം ഓപ്ഷൻ ബി 7. The number of members of the committee of a cooperative society shall not be less than 7. അടുത്തത് ചോദ്യം 95. Casual vacancy of an elected member of the committee shall be filed up by nomination dash out of the same class of members if the term of office of the board is less than half of its original term. ഉത്തരം ഓപ്ഷൻ എ ആണ്, ബൈ ദ കമ്മിറ്റി. അടുത്തത് ചോദ്യം 96. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെക്കോർഡ് ഹാസ് ടു ബി റീറ്റെയിൻഡ് പെർമനൻ്റ്ലി. ഉത്തരം ഓപ്ഷൻ എ ആണ്, ജനറൽ ലെഡ്ജർ. ജനറൽ ലെഡ്ജർ ഹാസ് ടു ബി റീറ്റെയിൻഡ് പെർമനൻ്റ്ലി. അടുത്ത ചോദ്യം 97. വിച്ച് ഓഫ് ദ ഫോളോയിങ് is not a sufficient ground for the supersession of the committee of a cooperative society. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി, fraudulently remained any money belonging to the society. അടുത്ത ചോദ്യം 98. The notice of intention to move a no confidence motion against the president of a society under rule 43A shall be signed by. ഉത്തരം ഓപ്ഷൻ ഡി, നോട്ട് ലെസ് ദാൻ 1/3 ഓഫ് ദ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ കമ്മിറ്റി. അടുത്ത ചോദ്യം 99. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആസ് പെർ സെക്ഷൻ 56(1) ഓഫ് KCS ആക്ട്. ഉത്തരം ഓപ്ഷൻ സി ആണ്, മെമ്പർ റിലീഫ് ഫണ്ട്. മെമ്പർ റിലീഫ് ഫണ്ട് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആസ് പെർ സെക്ഷൻ 56(1) ഓഫ് KCS ആക്ട്. അടുത്ത ചോദ്യം 100. Maximum permissible borrowing power of a cooperative society is 150 times of its paid up share capital and reserves. അടുത്ത ചോദ്യം 101. Who can permit a cooperative society to utilize 50% of its reserve fund in the business of the society? ഉത്തരം ഓപ്ഷൻ എ ആണ്, രജിസ്ട്രാർ. അടുത്ത ചോദ്യം 102. Which type of society have to maintain fluid resources? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബോവ്. അടുത്ത ചോദ്യം 103. ദ ഫിനാൻഷ്യൽ അക്കൗണ്ട് ഓഫ് അപെക്സ് സൊസൈറ്റി ഷാൾ ബി ഓഡിറ്റഡ് ബൈ. ഉത്തരം ഓപ്ഷൻ ഡി, നൺ ഓഫ് ദ എബോവ്. ഇതിൽ ഓപ്ഷൻ സി ചാർട്ടേഡ് അക്കൗണ്ട് കൂടി ഉത്തരം വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഏതായാലും ഫൈനൽ ആൻസർ കീ വന്നതിന് ശേഷം മാത്രമേ നമുക്കത് ഉറപ്പിക്കാൻ കഴിയുള്ളൂ. അടുത്ത ചോദ്യം 104. Dash have the power to direct that a non-official member thereof shall be present at an inspection under section 66(2). അതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. അടുത്ത ചോദ്യം 105. The vigilance officer shall investigate. ഉത്തരം ഓപ്ഷൻ എ ആണ്, the cases as referred to him by the registrar. അടുത്ത ചോദ്യം 106. Where an application for registration of a society is not disposed by the joint registrar, the applicant may make a representation before. ഉത്തരം ഓപ്ഷൻ എ ആണ്, രജിസ്ട്രാർ. അടുത്ത ചോദ്യം 107. The bad debts and losses of the society which are certified as irrecoverable by the concurrent auditor may be written off with. ഉത്തരം ഓപ്ഷൻ സി ആണ്, അപ്രൂവൽ ഓഫ് ദ ജനറൽ ബോഡി ആൻഡ് സാങ്ഷൻ ഓഫ് ദ രജിസ്ട്രാർ. ഒരു സഹകരണ സംഘത്തിലെ കിട്ടാക്കടങ്ങളും നഷ്ടങ്ങളും ഓഡിറ്റർ പരിശോധിച്ചതിന് ശേഷം അത് എഴുതി തള്ളണമെങ്കിൽ ജനറൽ ബോഡിയുടെയും രജിസ്ട്രാറുടെയും സമ്മതം അത്യാവശ്യമാണ്. അടുത്ത ചോദ്യം. എവരി പ്രൊപ്പോസൽ ഫോർ അമെൻമെൻറ്റ് ഓഫ് ബൈലോ ഓഫ് എ സൊസൈറ്റി ഷാൾ ബി മെയ്ഡ് ഓൺലി ബൈ എ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ഡാഷ് മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2/3. അടുത്ത ചോദ്യം 109. എവരി ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് അമെൻമെൻറ്റ് ഓഫ് ബൈലോസ് ഓഫ് എ
society made to the registrar shall be signed by ഉത്തരം ഓപ്ഷൻ എ സെക്രട്ടറി ആൻഡ് 2 members ഓഫ് ദ കമ്മിറ്റി. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 110. നോ പേഴ്സൺ ഷാൾ ബി എലിജിബിൾ ഫോർ അഡ്മിഷൻ ആസ് എ മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി if he has surcharged under section 68 and a period of dash has been elapsed since the payment of money. ഉത്തരം ഓപ്ഷൻ സി ആണ്, 3 years. അടുത്ത ചോദ്യം 111. ക്ലോസിംഗ് ജേണൽ എൻട്രീസ് ആർ പാസ്ഡ് ടു ക്ലോസ് ഡാഷ് അക്കൗണ്ട്സ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, നോമിനൽ. ക്ലോസിംഗ് ജേണൽ എൻട്രീസ് ആർ പാസ്ഡ് ടു ക്ലോസ് നോമിനൽ അക്കൗണ്ട്സ്. അടുത്ത ചോദ്യം 112. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മീൻസ് ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മീൻസ് ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. അടുത്ത ചോദ്യം 113. ഡാഷ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് ഇഗ്നോർസ് ഓൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ക്യാഷ്. അടുത്ത ചോദ്യം 114. ഡാഷ് ഈസ് നോട്ട് റിക്വയർഡ് ഇൻ പ്രോമിസറി നോട്ട്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അക്സെപ്റ്റൻസ്. അക്സെപ്റ്റൻസ് ഈസ് നോട്ട് റിക്വയർഡ് ഇൻ പ്രോമിസറി നോട്ട്. അടുത്ത ചോദ്യം 115. വൺ ഓഫ് ദ ഫൗണ്ടമെൻ്റൽ അക്കൗണ്ടിംഗ് അസംഷൻ ഈസ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഗോയിങ് കൺസേൺ. വൺ ഓഫ് ദ ഫൗണ്ടമെൻ്റൽ അക്കൗണ്ടിംഗ് അസംഷൻ ഈസ് ഗോയിങ് കൺസേൺ. അടുത്ത ചോദ്യം 116. Rs 5,000 rent paid to Soman was debited to Soman's personal account. The error will. ഉത്തരം ഓപ്ഷൻ എ ആണ്, നോട്ട് അഫക്റ്റഡ് ദ ട്രയൽ ബാലൻസ്. അടുത്ത ചോദ്യം 117. വിച്ച് വൺ ഓഫ് ദസ് ഈസ് നോട്ട് എ കോസ് ഓഫ് ഡിഫറൻസ് ഇൻ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക് ബാലൻസ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് ക്ലിയർഡ്. ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക്. അടുത്ത ചോദ്യം 118. ഇഫ് സെയിൽസ് ആർ Rs 2,000 ആൻഡ് ദ റേറ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് 25%, ദെൻ ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വിൽ ബി. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1,600. അടുത്ത ചോദ്യം 119. ഫീസ് പെയ്ഡ് ഇൻ ക്യാഷ് ടു നോട്ടറി പബ്ലിക് ഈസ് ചാർജ്ഡ് ബൈ ദം ഫ്രം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഡ്രോയി. അടുത്ത ചോദ്യം 120. പവർ കൺസംഷൻ ഓഫ് എ മെഷീൻ ഈസ് എ ഡാഷ് എക്സ്പെൻസ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, സെമി വേരിയബിൾ. പവർ കൺസംഷൻ ഓഫ് മെഷീൻ ഈസ് എ സെമി വേരിയബിൾ എക്സ്പെൻസ്. അടുത്ത ചോദ്യം 121. ഡാഷ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഔട്ട്പുട്ട്. ഉത്തരം ഓപ്ഷൻ എ ആണ്, മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഔട്ട്പുട്ട്. അടുത്ത ചോദ്യം 122. ദ ഐഡിയൽ കറണ്ട് റേഷ്യോ ഈസ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2. ദ ഐഡിയൽ കറണ്ട് റേഷ്യോ ഈസ് 2. അടുത്ത ചോദ്യം 123. എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓവർ കറണ്ട് ലാബിലിറ്റി ഈസ് കോൾഡ്. ഉത്തരം ഓപ്ഷൻ സി, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓവർ കറണ്ട് ലാബിലിറ്റി ഈസ് കോൾഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അടുത്ത ചോദ്യം 124. സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ഗിവൺ ഇൻ ട്രയൽ ബാലൻസ് ഷോസ്. ഉത്തരം ഓപ്ഷൻ സി, അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ഗിവൺ ഇൻ ട്രയൽ ബാലൻസ് വിൽ ഷോ ഇൻ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. അടുത്ത ചോദ്യം 125. ഡിപ്രീസിയേഷൻ മെത്തേഡ് സ്യൂട്ടബിൾ ഫോർ പ്ലാന്റേഷൻ. ഉത്തരം ഓപ്ഷൻ ബി, ഡിപ്ലേഷൻ മെത്തേഡ്. ഡിപ്രീസിയേഷൻ മെത്തേഡ് സ്യൂട്ടബിൾ ഫോർ പ്ലാന്റേഷൻസ്, ഡിപ്ലേഷൻ. അടുത്ത ചോദ്യം 126. ഡാഷ് കോസ്റ്റിംഗ് മെത്തേഡ് ഈസ് ആപ്ലിക്കബിൾ ഫോർ ഡയറി ഇൻഡസ്ട്രീസ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് കോസ്റ്റിംഗ് മെത്തേഡ് ഈസ് ആപ്ലിക്കബിൾ ഫോർ ഡയറി ഇൻഡസ്ട്രി. അടുത്ത ചോദ്യം 127. പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ആൻഡ് സെൻഡ് ബൈ കൺസൈനി ടു കൺസൈനർ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അക്കൗണ്ട് സെയിൽസ്. അടുത്ത ചോദ്യം 128. ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റി കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ഈസ് ഷോൺ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് അറ്റ്. ഉത്തരം ഓപ്ഷൻ ബി, കോസ്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ.
in cooperative society, cost of furniture is shown asset side of the balance sheet at cost minus depreciation. അടുത്ത ചോദ്യം 129. The weekly or monthly total of purchase book is transferred to purchase account. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ്, പർച്ചേസ് അക്കൗണ്ട്. അടുത്ത ചോദ്യം 130. There is no flow of funds when ഉത്തരം ഓപ്ഷൻ ഡി current asset is converted into current liability. There is no flow of fund when current asset is converted into current liability. അടുത്ത ചോദ്യം 131. Accounting in historical nature is called dash accounting. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഫിനാൻഷ്യൽ. Accounting in historical nature is called financial accounting. അടുത്ത ചോദ്യം 132. Wages paid on the basis of output is called dash system. ഉത്തരം ഓപ്ഷൻ എ ആണ്, പീസ് റേറ്റ്. അടുത്ത ചോദ്യം 133. Liquid ratio is also known as dash ratio. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആസിഡ് ടെസ്റ്റ്. Liquid ratio is also known as acid test ratio. അടുത്ത ചോദ്യം 134. Production based royalties is generally shown. ഉത്തരം ഓപ്ഷൻ എ, ട്രേഡിംഗ് അക്കൗണ്ട്. Production based royalties is generally shown trading account. അടുത്ത ചോദ്യം 135. Income and expenditure account is similar to dash account. ഉത്തരം ഓപ്ഷൻ സി, പ്രോഫിറ്റ് ആൻഡ് ലോസ്. അടുത്ത ചോദ്യം 136. Expanded form of FATF is ഉത്തരം ഓപ്ഷൻ ബി, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. Expanded form of FATF is Financial Action Task Force. അടുത്ത ചോദ്യം 137. Section 89 of the NI Act deals. ഉത്തരം ഓപ്ഷൻ സി, മെറ്റീരിയൽ ആൾട്രേഷൻ. അടുത്ത ചോദ്യം 138. To whom has the first appropriation right? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കസ്റ്റമർ. അടുത്ത ചോദ്യം 139. Which one is considered as the low cost deposit? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കാസ. അടുത്ത ചോദ്യം 140. പ്രധാൻ മന്ത്രി സുരക്ഷാ ബീമ യോജന ഈസ് എ ഡാഷ് സ്കീം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആക്സിഡൻറ്റ് ഇൻഷുറൻസ്. പ്രധാൻ മന്ത്രി സുരക്ഷാ ബീമ യോജന ഈസ് ആക്സിഡൻറ്റ് ഇൻഷുറൻസ് സ്കീം. അടുത്ത ചോദ്യം 141. ഡാഷ് ഈസ് ആൻ അക്കൗണ്ട് that a bank hold in a foreign currency in another bank. Dash is an account that a bank hold in foreign currency in another bank. ഉത്തരം ഓപ്ഷൻ എ. ഉത്തരം ഓപ്ഷൻ എ ആണ്, നോസ്ട്രോ ബാങ്ക് അക്കൗണ്ട്. അടുത്ത ചോദ്യം 142. പവർ ഓഫ് അറ്റോർണി ഈസ് എ ഡോക്യുമെൻറ്റ് ഡ്യൂലി സ്റ്റാമ്പ്ഡ് ആസ് പെർ ഡാഷ് ആക്ട്. ഉത്തരം ഓപ്ഷൻ സി ആണ്, സ്റ്റാമ്പ് ആക്ട്. അടുത്ത ചോദ്യം 143. In dash type of joint account, only the first account holder or primary account holder can access and operate the account till the time he or she is alive. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഫോർമർ ഓർ സർവൈവർ അക്കൗണ്ട്. അടുത്ത ചോദ്യം 144. The rule of Clayton case will apply to dash account. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കറണ്ട് അക്കൗണ്ട്. അടുത്ത ചോദ്യം 145. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ. ഉത്തരം ഓപ്ഷൻ എ, ബാങ്ക്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ബാങ്ക്. അടുത്ത ചോദ്യം 146. RBI വാസ് നാഷണലൈസ്ഡ് ഓൺ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഫസ്റ്റ് 1949. അടുത്ത ചോദ്യം 147. ദ എക്സ്പെൻസ് ഓഫ് ദ ബാങ്കിങ് ഓംബുഡ്സ്മാൻ ആർ മെഡ് ബൈ. ഉത്തരം ഓപ്ഷൻ എ, RBI. The expenses of the banking ombudsman are met by RBI. അടുത്ത ചോദ്യം 148. Export Import Bank of India was formed on. ഉത്തരം ഓപ്ഷൻ ബി, January 1, 1982. അടുത്ത ചോദ്യം 149.
ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ വാസ് ഫോംഡ് ഇൻ ദ ഇയർ? ഉത്തരം ഓപ്ഷൻ സി ആണ് 1946. അടുത്ത ചോദ്യം 150. ഡാഷ് ആർ ദ അസറ്റ്സ് വിച്ച് പെർഫോം ഇൻ ദ നോർമൽ വേ ആൻഡ് ഡു നോട്ട് കോസ് എനി പ്രോബ്ലം ടു ദ ബാങ്ക്? ഉത്തരം ഓപ്ഷൻ ബി ആണ് സ്റ്റാൻഡേർഡ് അസറ്റ്. അടുത്ത ചോദ്യം 151. സർഫാസി ആക്ട് യൂട്ടിലൈസ് ദ ബാങ്ക് ആസ് ആൻ എഫക്റ്റീവ് ടൂൾ ഫോർ? ഉത്തരം ഓപ്ഷൻ എ റിക്കവറി ഓഫ് NPA. അടുത്ത ചോദ്യം ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ബ്രിഡ്ജ് ലോൺ ഈസ്? ഉത്തരം ഓപ്ഷൻ ബി ഹൈ. അടുത്ത ചോദ്യം 153. ദ ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വാസ് മെയ്ഡ് അപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ഡാഷ് ഇയർ? ഉത്തരം ഓപ്ഷൻ സി ആണ് 1966. അടുത്ത ചോദ്യം 154. സെക്ഷൻ 18 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഡീൽസ് വിത്ത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് കീപ്പിംഗ് CRR. അടുത്ത ചോദ്യം 155. സെലക്ട് എ റോങ് വൺ ഇൻ കണക്ഷൻ വിത്ത് BSBDA? ഉത്തരം ഓപ്ഷൻ ബി ആണ് നോ ATM കാർഡ് ഫെസിലിറ്റി. അടുത്ത ചോദ്യം 156. ഇൻ അഡീഷൻ ടു ബാങ്കർ ഹു ഹാസ് എ ജനറൽ ലീൻ? ഉത്തരം ഓപ്ഷൻ സി ആണ് അറ്റോർണി. അടുത്ത ചോദ്യം 157. KYC ഗൈഡ് ലൈൻസ് ഇഷ്യൂഡ് അണ്ടർ ആക്ട്? ഉത്തരം ഓപ്ഷൻ സി ആണ് ആൻറ്റി മണി ലോണ്ടറിങ് ആക്ട്. അടുത്ത ചോദ്യം 158. ദ കോമ്പിനേഷൻ ഓഫ് ടേം ഡെപ്പോസിറ്റ് ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഈസ് നോൺ ഡാഷ് അക്കൗണ്ട്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഫ്ലെക്സി. അടുത്ത ചോദ്യം 159. ദ പർപ്പസ് ഓഫ് ഡെപ്പോസിറ്ററി സർവീസ് റെൻഡഡ് ബൈ ബാങ്ക് ഈസ്? ഉത്തരം ഓപ്ഷൻ സി ഫ്രീ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. അവസാനത്തെ ചോദ്യം 160. പ്രവാസി കിരൺ ഈസ് എ ലോൺ സ്കീം ലോഞ്ച്ഡ് ബൈ? ഉത്തരം ഓപ്ഷൻ എ കേരള ബാങ്ക്. പ്രവാസി കിരൺ ഈസ് എ ലോൺ സ്കീം ലോഞ്ച്ഡ് ബൈ കേരള ബാങ്ക്.